മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോഹിനിക്ക് ഇവരുടെ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു പന്തികേടുണ്ട്. പക്ഷേ അതെന്താണെന്ന് മോഹിനിക്ക് ക്ലിയറായിട്ട് അറിയുന്നില്ല. കാരണം പതിവിൽ കവിഞ്ഞ് ഇവർക്കൊരു സന്തോഷം കാണുന്നുണ്ട് കേട്ടോ. അതേസമയം മാർക്കോ വരികയാണ്. ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് മാർക്കോ അങ്ങനെ വരുമ്പോൾ അനന്തുവിനെ കാണുകയാണ് കേട്ടോ. രണ്ടുപേരും കൂടി കണ്ടുമുട്ടി റോട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്. ഇനി എന്താ ചെയ്യുക? കുഞ്ഞിനെ കാണാതായ വിവരം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറയണം. നമ്മൾ എവിടെ പോയി അന്വേഷിക്കും, ആര് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അനന്തു ഒരേ കരച്ചിലാണ് കേട്ടോ. മാർക്കോ അനന്തുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവർ കാറിൽ കയറി പോവുകയാണ്. ആ സമയത്താണ് കണ്ണൻ ഇങ്ങനെ വിളിക്കുമ്പോൾ മാർക്കോ പറയും, ഇപ്പോൾ ഫോൺ എടുക്കണ്ട, ഇപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, അതുകൊണ്ട് ഫോൺ എടുക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം മഹിക്കും കണ്ണനും എന്തോ ഒരു അപകട സൂചന മനസ്സിലാകുകയാണ് കേട്ടോ. എന്തോ ഉണ്ട് കണ്ണേട്ട, അതുകൊണ്ടാണ് അവർ ഫോൺ എടുക്കാത്തേ എന്ന് പറയുകയാണ്. മഹി വീണ്ടും ലേഖയ്ക്ക് വിളിക്കുകയാണ് കേട്ടോ. ലേഖയ്ക്ക് വിളിക്കുമ്പോൾ ലേഖ മഹിയുടെ കോള് കണ്ടത് അങ്ങനെ കരയുകയാണ് കേട്ടോ. ജാനമ്മയോട് പറഞ്ഞിട്ട്, ജാനമ്മ ഇതാ മഹിയാണ് വിളിക്കുന്നത്, ഞാൻ എന്താ പറയുക എന്ന് ചോദിച്ചതിന് ശേഷം ലേഖ അങ്ങനെ കരയുകയാണ് കേട്ടോ. ജാനമ്മയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നും അറിയാതെ പകച്ചു പോവുകയാണ് കേട്ടോ. കണ്ണനും മഹിക്കും അറിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് കേട്ടോ. അതേസമയം പ്രതാപൻ മുത്തശ്ശിയോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ, അമ്മേ ആ കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞു എന്നിങ്ങനെ പറയുന്നു. അത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പ്രതാപന് ഭയങ്കര സന്തോഷം കൊണ്ട് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷേ മുത്തശ്ശിക്ക് ഒരു ചെറിയ പേടി ഇല്ലാതില്ല കേട്ടോ. അതേസമയം ആ കുഞ്ഞിനെയും കൊണ്ടുപോയ ഒരു കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ കുഞ്ഞിനെ കൊണ്ട് ഒരു പുഴയരികിൽ കളയാൻ പോവുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ കുഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ട് എന്തായാലും വരുന്നതായിരിക്കും. നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും സംഭവിക്കില്ല. പിന്നെ ഇതെല്ലാം കേട്ടിട്ട് കരുണയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ദുർഗയും മഞ്ജു ആണെങ്കിൽ ഭയങ്കര വിഷമത്തിലും. അങ്ങനെ എന്തായാലും ശരി, നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട് തിരിച്ചെത്തുന്നതായിരിക്കും കേട്ടോ. ഒരിക്കലും ഇനി ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ആരും ശ്രമിക്കില്ല. കാരണം എല്ലാവർക്കും മനസ്സിലാവുകയാണ് ഈ കുഞ്ഞൊരു ദൈവാധീനമുള്ള കുഞ്ഞാണ് എന്ന് എല്ലാവർക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. പക്ഷേ മാർക്കോ ഒട്ടുപാലിനെ വെറുതെ വിടില്ല. ഒട്ടുപാലിനെ അടിച്ച് ധാരാണ് ഇത് ചെയ്തത് എന്ന് മാർക്കോ തെളിയിക്കുകയാണ് കേട്ടോ. വൈകുന്നേരത്തെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ഈ ചാനലൊന്ന് ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.